കണ്ടോ? കുറെ നേരമായത്. നാം ഒരു തെറ്റ് ചെയ്തിട്ടില്ല. എല്ലാം ഈ കുട്ടുമോളാണ്. നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും ഇതിൽ ആരാണ് തെറ്റ് ചെയ്തതെന്ന്. കുട്ടുമോളാണെന്നുള്ള കാര്യം നമുക്ക് അറിയാട്ടുണ്ട് മോൾ. പിന്നെ എന്തിനാണ് വെറുതെ വഴക്ക് കൂടുന്നേ? കുട്ടുമോൾ എന്താ പറഞ്ഞ പണി എടുത്തില്ലെങ്കിൽ അതിനേക്കാളും വലിയ ശിക്ഷ ഉണ്ടാവും. ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട പൂക്കളത്. നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യം വരാൻ പോകുന്നില്ലല്ലോ. അത് നീ അത് നോക്കണ്ട. നിന്നോട് പറഞ്ഞ ജോലി എടുത്താ മതി. എത്ര മഞ്ഞപ്പൂക്കൾ വേണം? 100 എണ്ണെങ്കിലും വേണ്ടി വരൂ. അതെന്താ 100 എണ്ണം അറിയില്ലേ? പറഞ്ഞപ്പോ വിശ്വാസം വന്നില്ലല്ലോ ഈ പണി പറഞ്ഞത്. പാവം കുട്ടുമോള് ചെയ്തു കേട്ടോ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്റെ കൺമുന്നിൽ നിന്ന് ഈ പണി എടുക്കണത്. തന്നെ നീ സംസാരിച്ച് അവിടെ ഇരുന്നോട്ടോ. മിക്കവാറും മഞ്ഞപ്പൂക്കൾ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും അവർക്ക്. ഒരു കാരണവശാലും ഒറിജിനൽ മഞ്ഞപ്പൂക്കൾ കൊടുക്കരുത്. അങ്ങനെ ഇപ്പോ ഞാൻ പണി ചെയ്തിട്ട് അവര് സുഖിക്കണ്ട. ദുഷ്ടദേവത എവിടെ ഇരിക്കുകയാണോ എന്തോ. ദുഷ്ടദേവതയ്ക്ക് എന്നൊന്നും വേണ്ട. അല്ലെങ്കിൽ എപ്പോഴേ എന്നെ കൊണ്ടുപോയാൽ ഇവിടെ നിന്ന്. ഒരുപാട് എഴുതാനുണ്ട്. അതേടി കുറെ എഴുതാനുണ്ട്. ഇതൊക്കെ എപ്പോ തീരാനാ? 5 വിപ്ലവങ്ങളെ കുറിച്ച് എഴുതാനുണ്ട്. നമ്മൾ ഒന്നുപോലും എഴുതിയിട്ടില്ല. ഓ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ എഴുതിയില്ലല്ലോ. നീ എഴുതിയാൽ മാത്രല്ലേ എനിക്ക് എഴുതാൻ പറ്റൂ. അതെന്താ ടിന്റു നിന്റെ കയ്യ എന്റെ അടുത്താണോ? അതൊന്നുമല്ല. നമ്മൾ രണ്ടുപേരും ഒരുപോലെയല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യലേ. എന്നാ പിന്നെ എനിക്ക് അടി കിട്ടിയപ്പോ നീയും അടി വാങ്ങിക്കോ. നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? നമ്മൾ പ്ലാൻ വർക്ക്ഔട്ട് ആവണ്ടേ? അതെ അതെ. നാളെ എന്തായാലും ജൂനിയേഴ്സിന് കൂടെ നമ്മുടെ നോട്ട്ബുക്സ് മൊത്തം എഴുതിപ്പിക്കണം. ഇതേപോലെ തന്നെ സാറ് എഴുതി വെച്ചിട്ടുള്ള നോട്ട് ബുക്ക് എടുത്തിട്ട് നമുക്ക് അത് നോക്കി എഴുതിയിട്ട് ആ പേപ്പർ അങ്ങ് ചീന്തി കളയണം. അതെ അതെ. ഇത്ര കഷ്ടപ്പെട്ട് എഴുതേണ്ട ഒരു കാര്യം ഇതൊന്നും വരുന്നില്ല. അതെ അതെ. നമുക്ക് ഹാർഡ് വർക്ക് അല്ല വേണ്ടത്, സ്മാർട്ട് വർക്കാ വേണ്ടേ. ശരി ടിന്റു, നമുക്ക് 2 പേർക്ക് ഉറങ്ങാം. വെറുതെ ഇതൊക്കെ പഠിച്ച് എഴുതി കഴിഞ്ഞ ശേഷം ഉറങ്ങുന്നതാണ് നല്ലത്. ഇപ്പൊ തന്നെ അങ്ങ് ഉറങ്ങുന്നതല്ലേ. അതെ അതെ. ഇപ്പൊ സമയം 12 മണിയായി. ഓ മൈ ഗോഡ്, ഇത്രയും സമയം നമ്മൾ വെറുതെ ചെലവഴിച്ചു. പെട്ടെന്ന് ഉറങ്ങ്. ടിന്റു, നിന്റെ മമ്മി ഉറങ്ങിയിട്ടുണ്ടോ? ആ ഉണ്ടാവല്ലോ. എന്താ? ഹേ ഒന്നുമില്ല, ചുമ്മാ ചോദിച്ചതാ. ഓക്കെ ബൈ ബുക്സ്. നമുക്ക് നാളെ കാണാം. എന്താടാ എനിക്കൊരു ചുമ? ഏയ് അത് പിന്നെ മഴയൊക്കെ അല്ലേ, മഴ കൊണ്ടിട്ടാവൂ. എന്നാ ഡോക്ടറെ കാണിച്ചൂടെ? ഇതെങ്ങനെ ഡോക്ടറെ കാണിച്ചാ മാറുന്നതല്ലോ. അതെന്താടാ ഒരു അർത്ഥം വെച്ച സംസാരം? മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാവും, അല്ലാത്തൊരു നട്ടം തരും. സാറെന്താ ഒന്ന് സംസാരിക്കൂല? അങ്ങനെയല്ലല്ലോ, ക്ലാസ് ടൈമില് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കാറുണ്ടല്ലോ, പുറത്തായിട്ടായിരിക്കും. ഓ അങ്ങനെ. ചിലപ്പോ പുറത്തുള്ളവരൊരു ആണും പെണ്ണും സംസാരിച്ചത് കണ്ടാലേ ഓരെന്തെങ്കിലും വിചാരിക്കട്ടെ എന്നല്ലേ. കാരണം ഞങ്ങൾ തമ്മിലൊന്നുമില്ലല്ലോ. അതന്നെ. ഇവളെന്തോന്ന് സംസാരിക്കാത്തേ? ഊമയായോ? അല്ല പിന്നെ മനുഷ്യ രാവിലെ എഴുന്നേൽക്കുന്നത് ഇവളെ കാണാനാ. ഇവള് ക്ലാസ്സിലെത്ത ദിവസം വരാതിരിക്കാനാ എന്ന് ബസ് സ്റ്റോപ്പിൽ വരുന്നേ. അങ്ങനെയൊന്നുമില്ല. സംസാരിക്കുന്നവരോട് സംസാരിച്ചാ പോരെ. അതെന്താ സാർ അങ്ങനെ സംസാരിക്കുന്നേ? ഞാൻ ചുമ്മാ പറഞ്ഞതാ. ചുമ്മാ പറഞ്ഞത്. ബസ് എത്തിയോ ഇത്ര പെട്ടെന്നാ? അയ്യോ, ഇന്ന് കുറച്ച് നേരം വൈകി എത്തിയത്. നീ എന്താ സംസാരിക്കുന്നേ? ഏയ് ഒന്നുമില്ല. സാറിയുടെ ബാഗിലത് നമുക്ക് പെട്ടെന്ന് എടുത്തു കൊണ്ടുവരാം. അവളെ ബാഗ് നമുക്കൊരു കാര്യം ചെയ്താലോ? എന്ത് കാര്യം? നീ കുറച്ച് ക്രിക്കറ്റ് ബാറ്റ് എടുത്തു വാ. എന്തിനാ? ക്രിക്കറ്റ് കളിക്കാനാണോ? അതിനൊന്നല്ല. പിന്നെ ഓളെ ബാഗൊന്ന് തല്ലി ചതയ്ക്കാനേനു. വേണ്ട മോളെ വേണ്ട, ഓവറായിട്ടൊന്നും ചെയ്യരുത്. കാരണം ഇതെങ്ങാനും പുറത്തറിഞ്ഞ മോളെ സീനായി പോവും. എന്ത് സീന്? എനിക്കാരും പേടിയില്ല. ഓഹോ, എന്നാ പിന്നെ നീ അങ്ങ് ചെയ്തൂട്. അല്ലെങ്കിൽ വേണ്ട. എന്തിനാ വെറുതെ? മോളെ സാറോ, നീ ഒരു കാരണവശാലും നീ എഴുതി വെച്ചിട്ടുള്ള നോട്ട്ബുക്ക് നീ ടീച്ചറിന് കാണിച്ചു കൊടുക്കൂല. എനിക്കറിയാം മോളെ, നീ 2 days മുന്നേ തന്നെ എഴുതി കൊണ്ട് വന്നിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും നടക്കൂല. ഇതാ ഓളെ ബുക്ക്. ഓക്കെ ഓക്കെ, പെട്ടെന്ന് വാ. വേറെ കുട്ടികൾ വരാനുള്ള ടൈം ആവുന്നേ ഉള്ളൂ.
സാറ പിന്നെ സ്കൂൾ ലീഡർ ആയതുകൊണ്ട് നേരത്തെ വരും. വളരെ ലീഡർ. അതെ അതെ, സംസാരിക്കാനേ നമുക്ക് നേരമില്ല. അതെ മോളെ. ഇന്ന് വല്ല സ്കൂൾ വല്ല ലീവ് ഉണ്ടോ? ഇല്ലല്ലോ. എത്ര സമയമായിട്ട് നമ്മളിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്? മറ്റുള്ളവരൊക്കെ നമ്മളെ നോക്കി ചിരിക്കാ ചെയ്യുന്നേ. അതിനിപ്പോ എന്താ പ്രശ്നം? ഓ, നിന്നോടൊക്കെ പറയുന്നതിനുള്ള പറയാത്ത നല്ലത്. അതെ, കുറച്ച് പിള്ളേര് വരുന്നു. ഓഹോ, വാട മക്കളെ വാ, പെട്ടെന്ന് നടക്ക് കുട്ടികളെ. എടി സോര, പറടി, ഇവരെന്തിനാ നമ്മളെ നോക്കിയിരിക്കുന്നേ? ആ, എനിക്ക് അറിഞ്ഞൂടാ, നിന്നെ പോലെ ഞാനല്ല ഫസ്റ്റ് ടൈം കാണുന്നേ. ഇവിടുത്തെ സീനിയേഴ്സ് അല്ലേ, എന്തെങ്കിലും പണിയാണോ? ഹേയ്, അങ്ങനൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ടീച്ചേഴ്സിനോട് കംപ്ലൈന്റ് ചെയ്യാനേ. ഓ, അത് ശരിയാ. നീ നടന്നോ, അവരെ മെയിൻ ചെയ്യാതെ നടന്നാ മതി. ഓക്കെ ഓക്കെ. നമ്മളെ മെയിൻ്റെ പോലെ ചെയ്തില്ല. ഇത്ര ധൈര്യമോ? ഞാനും അതെ ചിന്തിക്കണേ. നമ്മളിവിടുത്തെ സീനിയേഴ്സാ, അതിന്റെ ആ ഒരു റെസ്പെക്ട് നമുക്ക് തരുന്നില്ല. അതേ ടിൻറ്റു, അവറ്റകളെ മുഖം കാണുമ്പോ എനിക്ക് ദേഷ്യം വരുക. ഹലോ എടി, നമ്മളെ വിളിക്കണ. അതൊന്നും കുഴപ്പമില്ല, നീ മെയിൻ ചെയ്യാൻ നടക്കാൻ നോക്ക്. ഇവർക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു? കഴിഞ്ഞ അരമണിക്കൂറായിട്ട് ഇവിടെ നിൽക്കാം ഞങ്ങള്. എന്നിട്ട് ഞങ്ങളെ അപമാനിച്ചു വിടുന്നോ? നിൽക്കണവിടെ. നിങ്ങളോടല്ലേ പറഞ്ഞേ? എന്താ നിങ്ങൾക്ക് ഒരു റെസ്പെക്ട് ഇല്ലാത്ത ഞങ്ങളെ നോക്കിട്ട്? ചോദിച്ചത് കേട്ടില്ലേ? വായിലെന്തേലും പഴം വല്ലതും ഉണ്ടോ? അത് പിന്നെ ഞങ്ങൾ നിങ്ങളെ കണ്ടില്ല. പച്ച നോട. കണ്ടില്ല എന്നല്ല, കണ്ടിട്ട് കാണാത്ത പോലെ നടിച്ചു. കുറച്ച് ബുക്സ് ഒക്കെ തന്നിട്ടുണ്ട്, മര്യാദയ്ക്ക് എഴുതാൻ നോക്ക. അല്ലെങ്കിലേ അതിന്റേതായ പണിഷ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അറിയാലോ, ഞങ്ങൾ അവിടുത്തെ സീനിയേഴ്സാ, നിങ്ങൾ ജൂനിയേഴ്സാ. ഞങ്ങൾ എന്തിനാ തരം? ഞങ്ങൾക്ക് ഞങ്ങളെ ഹോംവർക്കിന് എഴുതാൻ നേരം കിട്ടത്തില്ല. പിന്നല്ലേ നിങ്ങളത്? അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യം വരുന്നില്ല. ഞങ്ങൾ പറഞ്ഞ പണി എടുക്കാൻ നോക്ക്. ഇനി ഇതെങ്ങാനും വേറെ പ്രിൻസിപ്പളോ അല്ലെങ്കിൽ വേറെ ടീച്ചേഴ്സ് വല്ലതും അറിയാണെങ്കിൽ, ഞങ്ങളിപ്പോ 2 ആഴ്ച വന്നത്, ഇനി 25 പേരായിട്ട് വരും. ഞങ്ങള് കൂട്ടാക്രമണമായിരിക്കും. കുഴപ്പമില്ല, ഞങ്ങൾ എഴുതിക്കോളോ. ഞങ്ങളെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ മാച്ച് ആയി പോവോ? അതിന് ഞങ്ങൾ ഇതുവരെ എന്നെ എഴുതി തുടങ്ങിയില്ല. പിന്നെ എങ്ങനെ ടീച്ചേഴ്സിനാ നിങ്ങളെ ഹാൻഡ് റൈറ്റിംഗും ഞങ്ങളെ ഹാൻഡ് റൈറ്റിംഗും ഡിഫറെന്റ് ആയിട്ട് തോന്നുക? പറഞ്ഞ പണി എടുത്താൽ മതി, കൂടുതൽ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊന്നും ചോദിക്കരുത്. ഞങ്ങൾ അതിന് ആൻസർ പറയാൻ വന്നവരല്ല. 2 days ടൈം തരും. അതിന്റെ ഉള്ളിൽ എഴുതി ഫുള്ളാക്കിയില്ലെങ്കിലേ നിങ്ങളെ ഈ വൈറ്റ് യൂണിഫോം ഭയങ്കര കളർഫുൾ ആയിട്ട് യൂണിഫോം ആക്കി തരും. അത് കൊള്ളാലോ, എനിക്ക് കളർഫുൾ ഭയങ്കര ഇഷ്ടാ. ഈ വൈറ്റ് യൂണിഫോം കളർഫുൾ ആക്കി തരുമോ? ഞാൻ എഴുതി തരുന്നില്ല നിങ്ങളെ ഹോംവർക്ക് തന്നോ? പൊട്ടത്തി, അവര് പറഞ്ഞത് നിന്റെ ഷർട്ടിൽ വന്നിട്ട് കളർ വരയ്ക്കുന്ന. എഴുതി തരാം. അങ്ങനെ വഴിക്ക് വാ. പിന്നെ വേറെ നോട്ട്ബുക്ക് തരാം, അത് നോക്കി വേണം എഴുതാനായിട്ട്. ഇതിൽ നോക്കി വേണം മറ്റു 2 ബുക്സിൽ എഴുതാനായിട്ട്. എന്തെങ്കിലും റോങ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, പിന്നെ നിങ്ങൾ ക്ലാസ്സിൽ വരൂല. പൊക്കോ. ഓക്കേ. പാവം കുട്ടികള്, നന്മയേറിയിട്ടുള്ള കുട്ടികളെ ഇങ്ങനെ ഉപദ്രവിക്കുമ്പോ എന്ത് രസം അറിയോ? ശരിയാ. ഇനി അവര് പറയോ ടീച്ചേഴ്സിനോട്? ഹേയ്, അങ്ങനെയൊന്നും സംഭവിക്കാൻ പോണില്ല. ഓരെ കണ്ടാ തന്നെ അറിയാം, നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികളാ. പേടിക്കണ്ട. അവർ എഴുതി കഴിഞ്ഞതിന് ശേഷം ആ സാറയുടെ നോട്ട്ബുക്ക് കിട്ടിയിട്ട് വേണം അവളെ എഴുതിയിട്ടത് മൊത്തം എനിക്ക് കീറിക്കളയാനായിട്ട്. അയ്യോ, എത്രയോടെ എഴുതാറുണ്ടറിയോ? ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം വേണം എനിക്ക് എന്റെ ക്ലാസ്സിൽ ഹോംവർക്ക് ചെയ്യാനായിട്ട്. ഇതൊക്കെ ടീച്ചേഴ്സിനോട് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ അവര് പണി തരുമെന്ന് വിചാരിച്ചിട്ടാ. വന്ന് ഭക്ഷണം കഴിക്കുക. വേണ്ട അമ്മേ, വേണ്ട. എനിക്ക് ഒരുപാട് ഹോംവർക്സ് ഒക്കെ ചെയ്യാനുണ്ട്. ഇങ്ങനെ പതിവില്ലല്ലോ, 9 മണിയാകുമ്പോൾ തീരാറുണ്ടല്ലോ. എന്തു പറ്റി? ഒന്നുമില്ല അമ്മ. എന്തായാലും താനാ ആ കുട്ടിയുടെ ബുക്സ് ഒക്കെ വാട്സാപ്പിൽ ഫോട്ടോ അയച്ചത് കൊണ്ടാ എനിക്ക് എഴുതാൻ പറ്റുന്നേ. അല്ലെങ്കിൽ കുറെ ടൈം പിടിക്കും. 2 ദിവസമല്ലേ ഉള്ളൂ ആ ഒരു നോട്ട്ബുക്കിൽ നോക്കി എഴുതാനുള്ളതോ. ദേവതകൾ എന്തിനായിരിക്കും മഞ്ഞപ്പൂക്കൾ പറിക്കാൻ പറയുന്നത്? ഇതിന് പിന്നിൽ എന്തെങ്കിലും രഹസ്യം ഉണ്ടായിരിക്കുമോ? കുട്ടുമ്പോൾ തീർച്ചയായിട്ടും അത് പറിക്കണം, എന്നിട്ട് അതെനിക്ക് കൈക്കലാക്കണം. മിക്കവാറും ദേവതകളെങ്കിലും എന്തെങ്കിലും പ്ലാൻ ഇടുന്നുണ്ടാവോ? ആ പ്ലാൻ നശിപ്പിക്കണം.
പക്ഷേ ഈ കുട്ടുമോൾ എന്താ ചെയ്യുന്നേ? അതിബുദ്ധി കാണിച്ചിട്ട് മണ്ടത്തരം കാണിക്കോ? എങ്ങനെയെങ്കിലും കുട്ടുമോളോട് അത് പറിക്കാൻ പറയണം.